ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലിവർ ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലിവർ ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മട്ടൻ്റെ ലിവറാണ്. ഏത് ലിവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് വെച്ചാൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, പെരിഞ്ജീരകം, ചെറിയൊരു പീസ് പട്ട, ഗ്രാമ്പു, ഇതൊക്കെ കൂടി ഒപ്പം പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കില്ലേ, അതുപോലെ തന്നെ ഇതെല്ലാം കൂടി ഇട്ട് പേസ്റ്റ് ആക്കിയതാണ്. നല്ലൊരു സ്മെല്ലാട്ടോ. അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് നല്ല ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലാണ്, ടേസ്റ്റും ഉണ്ടാവും. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. സമയത്തിനനുസരിച്ചിട്ട് 1 മണിക്കൂറോ അരമണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മസാല ആകുമ്പോൾ പിടിച്ച് നല്ല സെറ്റാവും. ഇനി ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ. എത്രത്തോളം വെക്കുന്നപ്പോൾ മസാലയൊക്കെ ആകുമ്പോൾ പിടിക്കും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ മട്ടൻ്റെ ലിവറിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിക്കൻ്റെ ലിവർ, ബീഫിൻ്റെ ലിവർ, ഏത് ലിവർ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടിച്ചാൽ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഓയിലൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ ലിവറില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അല്ലാതെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് മൊരിച്ചെടുക്കുന്നത് വേണ്ട, ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ എന്താ ലിവറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് മീഡിയത്തിലിട്ടിട്ട് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ എടുക്കാം കേട്ടോ. നന്നായിട്ട് ചെയ്യുമ്പോൾ ചിക്കൻ ഫ്രൈ ആക്കണ പോലെ ഫ്രൈ ആക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എന്നിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് അതേപോലെ ഇളക്കി കൊടുക്കുക. ഒരു ഫ്രൈ ശ്രദ്ധിക്കണം, ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. ഒക്കെ നോക്കിയിട്ട് വേണ്ട, ഒന്ന് നീങ്ങിട്ട് ആക്കിയാൽ മതി. ചിലപ്പോൾ ലിവർ ഒന്ന് ജസ്റ്റ് അങ്ങനെ പൊട്ടിത്തെറിക്കുക. അപ്പോൾ മൂടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഇതാക്കിയാലും മതി. അല്ലെങ്കിൽ ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയത്തിലിട്ട് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ലിവർ ആയിട്ടുണ്ട്. ഞാൻ അതെല്ലാം ആ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു വലിയ 3 ഒണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ലിവറിൽ ഉപ്പിട്ടിട്ടതാണ്. അപ്പോൾ ഇനി എല്ലാം സെറ്റ് ആയതിനു ശേഷം കുറവുണ്ടെങ്കിൽ ഇനി അപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് പെട്ടെന്നൊന്ന് വാടി കിട്ടും. ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അത് അടച്ച് വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ഒന്ന് ജസ്റ്റ് വാടിയിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പേസ്റ്റ് ഇട്ടില്ലേ, ഇഞ്ചി വെളുത്തുള്ളിയും പട്ട ഗ്രാമ്പൂൻ്റെ ഒക്കെ എല്ലാം ജീരകത്തിനൊക്കെ പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റ് 1 ടീസ്പൂണോളം അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു പേസ്റ്റിന് നല്ലൊരു മണമാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം പേസ്റ്റ് ആക്കില്ല, അതിൻ്റെ കൂടെ ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് പേസ്റ്റ് ആക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനൊന്ന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഒരു 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് വെച്ചാൽ നമുക്ക് അത് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. പൊടികളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലയുടെ പൊടി, പിന്നെ അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഇനി നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല, കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഫ്ലേവറാണ് അധികം വേണ്ടത്. മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. മുളക് പൊടി നമ്മൾ ലിവറിൽ മസാല പറ്റുമ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ, അത് മതി. ഈ മസാലയിൽ ഉള്ളിയുടെ മസാല നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. ഇത്രയും പൊടികൾ ഇട്ടിട്ട് ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലിവറില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. ഈ ലിവറും ഈ മസാലയും കൂടി ഒന്ന് സെറ്റാവണം. ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അതൊന്ന് അടച്ചു വെക്കണം. ഒരു 2-3 മിനിറ്റോളം നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അതുമ്മൊക്കെ ഒന്ന് പിടിച്ച് ലിവറിന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റാവും. അപ്പോൾ അവിടെ അടച്ചു വെക്കാണ്ട് 2-3 മിനിറ്റോളം അടച്ചു വെച്ചാൽ മതി. മീഡിയത്തിൽ ഫ്ലെയിം ഇടുക, എന്നിട്ട് അടച്ചു വെക്കുക കേട്ടോ. 2-3 മിനിറ്റ് അതിന് ശേഷം തുറന്നത് അതിന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇവിടെ അടച്ചു വെക്കട്ടെ. ഇനി നമുക്ക് സെർവ് ചെയ്യുമ്പോഴത്താൽ മതി. നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ബൗൾക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ലിവർ ഫ്രൈ ആണ് കേട്ടത്. മട്ടനോ കൊണ്ടോ ചിക്കനോ കൊണ്ടോ ബീഫിൻ്റെ ലിവറൊക്കെ അതുപോലെ ചെയ്യുക, നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ട് ലിവർ അങ്ങനെ സ്ട്രെയിറ്റ് അതിലേക്ക് ഇട്ടിട്ടും ആക്കുക. ഫ്രൈ ചെയ്തിട്ടാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ട് സ്ട്രെയിറ്റ് ലിവർ അതേപോലെ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഏതാണ് നിങ്ങൾക്ക് ഈസി അതുകൊണ്ട്. പക്ഷേ ഫ്രൈ ചെയ്തിട്ടുള്ളപ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തി അതുപോലെ അപ്പം എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ലിവർ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്ര നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.